എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 530/2022 ഓഫീസ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആൻസർ കീ നോക്കിയതായിരുന്നല്ലേ, എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ആൻസർ കീ പറഞ്ഞതാണ്. എന്നാലും പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു, ഉപകാരപ്പെട്ടോ എന്നുള്ളതും നിങ്ങളൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കറിയാം ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഇത് കൊമേഴ്സ് ബേസ്ഡ് അല്ലെങ്കിൽ കൊമേഴ്സ് ഓറിയൻറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം രണ്ടും കൂടി ഒരുമിച്ചാകുമ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പലരും. അപ്പോൾ അതുകൊണ്ടാണ് പുതിയതായിട്ട് ജനറൽ PSCക്ക് വേണ്ടി, അതായത് LDC, LGS, +2 മെയിൻസ് അല്ലെങ്കിൽ +2 റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഡിഗ്രി ലെവൽ എക്സാംസിന് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതേപോലെ തന്നെ അതും സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാനൊക്കെ അതിൽ തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 14 നടക്കുന്ന 10th ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടി. പിന്നെ നമുക്കറിയാം LDC 2024 വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോസൊക്കെ കാണുക, ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. Profit and loss account is prepared from nominal account ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. Second one, the rate of interest allowed to partners for giving loans to the firm is 6%. Del creditor commission is allowed to consignee. The share of goodwill brought in cash by the new partner will be credited to the old partners in their sacrificing ratio. The amount of accumulated profit at the time of admission of a partner is transferred to partner's capital account. Then, in the event of dissolution of a firm, individual assets of the partners are first used for the payment of the individual assets. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇൻഡിവിജ്വൽ അസറ്റ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് കാണുന്നത് കൊണ്ട് പാർട്ട്നേഴ്സ് പേഴ്സണൽ ലയബിലിറ്റി ആണ് നമ്മൾ ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് അതായിരുന്നു. നമുക്കറിയില്ല ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഇത് ക്യാൻസൽ ആവുമോയെന്നും അറിയില്ല കേട്ടോ. നോക്കാം നമുക്ക്. അടുത്തത്, എമൗണ്ട് സെറ്റ് aside to meet losses due to bad debt. ഏതാണ്? പ്രൊവിഷൻ. Then goods given as sample should be credited to purchases account. The conservatism concept is applied in the area where എവിടെയാണ് conservatism concept അപ്ലൈ ചെയ്യുന്നത്? Inventories are valued at cost price or market price, whichever is less. Then depreciation is computed in an accounting package according to the principle laid down in. ഇതൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് അക്കൗണ്ട് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ഓപ്ഷൻ A ആണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത്, ഇൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ the value of the firm will be at ഇതിൽ കൊടുത്തിട്ടുള്ളത് മിനിമം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് മിനിമം ആയിരിക്കും. ഇത് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി 12ാമത്തേത്, the process of buying securities in a market where price is low and selling where it is high is known as ഏതാണ്? ആർബിട്രേജ് ആണ്. ഓപ്ഷൻ C, ആർബിട്രേജ്. Dash is a method commonly used to lower the market price of shares by increasing the number of shares belonging to each shareholder. ഏതാ? stock split. Dash is the level of inventory at which total cost of inventory is minimal. Total cost of inventory minimal ആവുന്നത് EOQ. Dash is the measure of a total risk of a firm. Total risk എന്ന് പറയുന്നത് combined leverage. Dash is the intermediate approach between net operating income and net income. Net operating income net income കൂടിയിട്ടുള്ളത് ഏതാ? ട്രഡീഷണൽ അപ്രോച്ച് ആണ്. ഓപ്ഷൻ D, ട്രഡീഷണൽ അപ്രോച്ച്. Dash is the cost rising out of failure of customers to pay on due time. ഏതാണ്? ഓപ്ഷൻ A തന്നെ നമ്മൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഡെലിൻക്വസി കോസ്റ്റ് ആണ്. 18. Dash is the corporate net profits distributed among shareholders of the company. ഏതാണ്? ഡിവിഡൻഡ്. Which of the following statements are true about cash management? ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ, ട്രൂ ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആൻസർ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ക്യാഷ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആർ അഡോപ്റ്റഡ് ടു മിനിമൈസ് ദ ഓപ്പറേറ്റിംഗ് ക്യാഷ് ബാലൻസ് റിക്വയർമെൻറ്റ്സ്. ദ ഹയർ ദ പീരീഡ് ഓഫ് ക്യാഷ് സൈക്കിൾ ദ ഹയർ ഈസ് ദ ക്യാഷ് ടേൺ ഓവർ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ A ആണ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ.
Then according to MM theory, the market price of the share dash even after the payment of dividend ഏതാണ്? Unchanged ആണ്. Unchanged. 21. Read the following statement and select the correct choice given below. ഏതൊക്കെയാണ്? Sunk cost is irrecoverable and is not relevant to the present decision making. Period cost is also known as variable cost. ഇതിൽ കറക്റ്റ് ആയതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒന്നാമത്തെ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളൂ. പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. 12ാമത്തെ ലേബർ റേറ്റ് വേരിയൻസ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ആൻസർ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഡി 12,000 തന്നെയാണ്. 23. The most suitable pricing method for material issues at the time of rise in price. Rise in price വരുമ്പോൾ ഏതാണ്? FIFO fall ആണ്. റൈസ് വരുമ്പോൾ LIFO ആണ്. 23 ബി LIFO ആണ്. If time allowed for a job is 20 hours and normal wage rate per hour is ₹50, അതായത് ഹാൾസെ പ്രീമിയം പ്ലാൻ വെച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അതിൽ ആൻസർ കൊടുത്തിട്ടുള്ളത് 900 തന്നെയാണ്. ഓക്കെ. Then which of the following statement about overhead are correct? Overhead ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? എല്ലാം കറക്റ്റ് ആണ് അല്ലേ? Overhead cannot be directly traced to a product or service. Overhead can be fixed, variable and semi-variable. Rent and utilities are treated as overheads. അതുകൊണ്ട് all statements are correct. Then the profit volume ratio can be improved by എങ്ങനെ improve ചെയ്യാൻ പറ്റും? By increasing selling price per unit. Then the process of recording actual time spent by a worker on various jobs during his period of attendance in the factory is called time booking. ഏതാണ്? time booking ആണ്. 28. Which of the following statements regarding material losses are true? Material loss ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതാണ് ശരിയായിട്ടുള്ളത്? Spoilages are units failed to reach required standard of quality and not rectified by applying some additional cost. Material scraps have small recovery value even without further processing. Defectives are imperfect products and can be rectified with additional cost. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? എല്ലാം ശരിയാണ്. All statements are true. അടുത്തത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 1,40,000. ദെൻ വിച്ച് ഓഫ് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? കോസ്റ്റ് റിഡക്ഷനായി റിലേറ്റ് ചെയ്ത 3 സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? കോസ്റ്റ് റിഡക്ഷൻ ഫോക്കസ് ഓൺ റെഡ്യൂസിങ് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കോസ്റ്റ് റിഡക്ഷൻ ട്രൈ ടു അച്ചീവ് ടെമ്പററി റിഡക്ഷൻ ഇൻ കോസ്റ്റ്. Then cost reduction is to be achieved without sacrificing quality. ഇതിൽ കറക്റ്റ് ആയത് ഏതാണ് കറക്റ്റ് ആയത്? ഓൺലി ഓപ്ഷൻ 30ാമത്തെ ഓപ്ഷൻ ഡി ആണ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആണ്. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് സജസ്റ്റഡ് ബൈ ഹെൻറി ഫയോൾ. ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ 1 and 2 തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ബോത്ത് 1 and 2 തന്നെയാണ്. സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും സജസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഇത് തന്നെയല്ലേ. അടുത്തത് വിച്ച് among the following belongs to contribution to classical theories of management? ക്ലാസിക്കൽ തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ഓൾ ഓഫ് ദം ആയിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബോത്ത് 1 and 2 ആണ് കേട്ടോ. FW ടൈലറും ഹെൻറി ഫയോളുമാണ്. 33. The process of short-circuiting the chain of superiors from ultimate authority to the lowest level in the organization is referred to as gangplank. Description of minimum knowledge, skill and ability that are required to perform a job in an organization satisfactorily are termed as. അതിനെ എന്ത് പറയുന്നു? ആ ജോബ് സ്പെസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. Then in management, which among the following is not true about planning function? പ്ലാനിങ് ഫംഗ്ഷൻ ആയിട്ട് ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ? ഇറ്റ് ഈസ് എ വൺ ടൈം എന്ന തെറ്റാണ്. കണ്ടിന്യൂസ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി കൺട്രോളിംഗ് പ്രോസസ്സ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 36ാമത്തേതിൽ. അതിൽ കറക്റ്റ് വരുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്, പിന്നെ മെഷർ ആക്ച്വൽ പെർഫോമൻസ്, ദെൻ കമ്പയർ ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്, ഫൈൻഡ് ഡീവിയേഷൻ ഫ്രം സ്റ്റാൻഡേർഡ്, ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. 37ാമത്തേത് വിച്ച് among the following need is not included in the Mclean's 3 need theory of motivation? ഇതിൽ ഇല്ലാത്തത് ഏതാണ്? അഫെക്ഷൻ ആണ്. നീഡ് ഫോർ അഫെക്ഷൻ. ഓപ്ഷൻ എ. Then which of the following are the leadership styles mentioned in managerial grid theory of Blake and Mountain? മാനേജീരിയൽ ഗ്രിഡിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഏതൊക്കെയാണ്? ഇതിലെല്ലാം വരും അല്ലേ? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്.
Then which of the following statement about TQM total quality management is are correct? TQM ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ശരിയായത് ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്. രണ്ടും ശരിയാണ്. TQM എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഡ്രൈവൻ ഇനിഷ്യേറ്റീവും TQM ഫോക്കസ് ഓൺ എവറി വൺ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓർ ക്വാളിറ്റി. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ. Then which of the following are the on the job training method? On the job training method ഇതിലെ ഏതൊക്കെയാണ്? Only 1, 2 and 3. Job rotation, coaching, apprenticeship. Which among the following are the reasons for inverse relation between price and demand? Inverse relation between price and demand വരുന്നത് substitution income ആണ്. Only 1 and 2 ആണ് വരുന്നത്. Then read the following statement and select the right alternative given below. രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ്? ഇൻ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് പ്രൈസസ് ആർ ഫിക്സഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി. ദെൻ ഇൻ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എ ഫെയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് ആഡഡ് എലോങ് വിത്ത് ദ കോസ്റ്റ് പ്രൈസ്. ഇതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണ്? റൈറ്റ് ഓൾട്ടർനേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്. 2 കറക്റ്റാണ്, ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് കറക്റ്റാണ്, ഒന്നാമത്തെ തെറ്റാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 43. If any change in price does not affect quantity demanded, it can be due to ഏതാ? ഓപ്ഷൻ ബി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്, ഇൻഇലാസ്റ്റിക്. 44. Which of the following statements are correct? Normal price refers to the long period price at which long term demand equals to short term supply. The cost element has greater impact on the determination of long run price. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് 44 ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഓക്കെ, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. Then the internal economies of scale does not include economies of disintegration. Which theory of Joldean of advertising outlay mentioned the more profitable and the more liquid the financial position of the business, the more advertising should be undertaken? ഏതാണ്? all you can afford approach. 47. Which of the following statements are correct? Marginal product is the change in total product resulting from a change in variable input. Mathematically, marginal product is the slope of the average product curve. ഇതിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 1 ഈസ് കറക്റ്റ്. ഓക്കെ. Then the statistical methods of demand forecasting does not include. Statistical methodil ഉൾപ്പെടാത്തത് ഒപ്പീനിയൻ പോൾ മെത്തേഡ് ആണ്. Which of the following is not a business cycle theory? ബിസിനസ് സൈക്കിൾ തിയറിയിൽ വരാത്തത് ഏതാണ്? ക്ലാർക്സ് ഡൈനാമിക് തിയറി. ഓപ്ഷൻ ബി ക്ലാർക്ക് ഡൈനാമിക് തിയറി ആണ്. Then read the following statements and select the correct answer from the following. ക്രോസ് ഇലാസ്റ്റിസിറ്റി ആയി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. നേരെ ഓപ്പോസിറ്റ് ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോസിറ്റീവും കോംപ്ലിമെൻ്ററി ആണെങ്കിൽ നെഗറ്റീവുമാണ്. ഓക്കെ. ഇനി 51. സ്പീഡിൽ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ആൻസർ കീ ഇട്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് അധികം വ്യത്യാസമൊന്നും പ്രൊവിഷനിൽ വന്നിട്ടില്ല. ഫൈനൽ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം. എന്നാലും പ്രൊവിഷനിൽ മാർക്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ. 51. The legal document that outline companies' financial securities for sale are known as prospectus. A person become a member when he or she, ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത്. സബ്സ്ക്രൈബറും ആവാം, എഗ്രീസ് ഇൻ റൈറ്റിംഗ് ടു ബിക്കം ദി മെമ്പറും. ഓക്കെ. Then which type of company can commence its business from the date of incorporation as per Companies Act 1956? ഏതാണ്? പ്രൈവറ്റ് കമ്പനി അല്ലേ? ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വരുന്ന പ്രൈവറ്റ് കമ്പനി. എ കമ്പനി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ വിത്ത് ദ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. Which among the following document explain the fundamental conditions upon which a loan company is allowed to be incorporated? ഏതാണ്? ഓപ്ഷൻ എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കൊടുത്തിട്ടുള്ളത്. Then the doctrine that explain person dealing with a company is presumed to know the contents of public document. Doctrine of constructive notice.
Which among the following section under the Companies Act 1956 explain the provision about statement in lieu of prospectus? Statement in lieu of prospectus വരുന്നത് section 70 An unlisted company can issue sweat equity shares as per section 54 of Companies Act 2013. ഇതാണ് section 54 ആണ്. Section 54 of Companies Act 2013. The first annual general meeting of a company must be held within 9 months from the closing of first financial year. 9 months ആണ് ട്ടോ. Who cannot file a petition for winding up of a company? Petition file ചെയ്യാൻ പറ്റാത്തതാർക്കാണ്? Promoters. Then placing of security that are unquoted. Unquoted known as placing of security that are unquoted ഏതാണ്? Private placing. Which among the following methods cost of raising is very high? ഏതാ? അതിൽ നമ്മൾ പറഞ്ഞത് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ് ആണ് കേട്ടോ. കോസ്റ്റ് ഓഫ് റേസിംഗ് ഈസ് വെരി ഹൈ എന്നുള്ളതിന് ഓപ്ഷൻ എ ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. 63. Which among the following statement are correct about BSc സെൻസെക്സ്? സെൻസസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് 1, 3, 4 കറക്റ്റാണ്. 1, 3, 4 കറക്റ്റാണ്. ഓക്കെ. ഇനി which among the following is to be followed for risk management by commercial bank? ഏത് ബേസൽ നോം ആണ് ഫോളോ ചെയ്യുന്നത്? റിസ്ക് മാനേജ്മെൻറ്റ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ്? ബേസൽ 2 നോംസ്. Which among the following are true about NSDL? NSDLുമായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയത് 2, 3 and 4 ആണ്. ഏതാണ്? 2ഉം 3ഉം 4ഉം. ഓക്കെ. Then the minimum post issue paid up capital of a company for IPO listing requirement is ഏതാ? 10 crore ആണ് ട്ടോ. ഓപ്ഷൻ എ 10 crore. The process by which a listed company issue new shares. Listed company issue new sharesനെ എന്ത് പറയും? FPO, follow on public offer. Which one of the following not correct about SEBI? SEBI ആയിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരുന്നത്. ഏതാണ് കറക്റ്റ് അല്ലാത്തത്? കറക്റ്റ് അല്ലാത്തതെന്ന് പറയുന്നത് 3ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ്. Name the world's largest derivatives exchange based on number of contract traded. ഏതാണ്? നമ്പർ ഓഫ് കോൺട്രാക്ട് ട്രേഡ് അനുസരിച്ച് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യ. The first exchange for small companies in India, OTCEI. Which is the exception to the general rule taxation of previous year's income during the assessment year? ഓപ്ഷൻ ഡി ആണ് ട്ടോ. ഓപ്ഷൻ ഡി. ബോത്ത് എ ആൻഡ് ബി. ഇനി 72ാമത്തെ ടാക്സബിൾ എമൗണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. 72ൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത് 9140 ആണ് കേട്ടോ. ഓപ്ഷൻ ബി തന്നെയാണ്. 73 എന്ന് പറയുന്നത് എന്തായിരുന്നു? HRA ആണ്. HRAയുടെ കൊടുത്തിട്ടുള്ളത് 40,000 ആണ് കേട്ടോ. 40,000. ദെൻ 74 നോ ലിമിറ്റ് ആണ് കേട്ടോ. നോ ലിമിറ്റ് നമ്മൾ പറഞ്ഞത് ഇതിനൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോ ലിമിറ്റ് ആണ് കേട്ടോ പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അലൗബിൾ ഡിഡക്ഷൻ വൈൽ കാൽക്കുലേറ്റിംഗ് ദി പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ? ഏതാണ്? എക്സൈസ് ഡ്യൂട്ടി. ദെൻ അണ്ടർ സെക്ഷൻ 54B വിച്ച് വൺ ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്? ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ആയത് ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്. പിന്നെ ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷനായിട്ട് റിലേറ്റ് ചെയ്ത് ടാക്സബിൾ എമൗണ്ട് 20,000 ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ 78ാമത്തെ ക്വസ്റ്റ്യനിൽ 78ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 53,000 ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി 87A വെച്ചിട്ടുള്ള റിബേറ്റ് 79ാമത്തത് ഓപ്ഷൻ ബി 9250 ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. 80ാമത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ഡിസേബിൾഡ് ആയിട്ടുള്ളത് 1,25,000 ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ? ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ ഏരിയ, റിലീജിയൻ, സെക്സ്, ഒക്യുപ്പേഷൻ. ഓപ്ഷൻ ബി ആണ്. സോറി, ഏരിയ അല്ല, ഏജ് കേട്ടോ. ഏജ് ഇവിടെ ഏരിയ ഉണ്ടായത് കൊണ്ട് അത് വരില്ല. ഓക്കെ. Then the following subcomponents, namely transportation, inventory control and warehousing, are included in which element of marketing mix? ഇതിലാ വരുന്നത്? പ്ലേസിലാണ് വരുന്നത്. പ്ലേസ്. ഓപ്ഷൻ എ പ്ലേസ്. The number of different product lines offered by a company in its product mix is called product width. Product width. Then ഏത് തരത്തിലുള്ള മെൻ്റൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ? ഒരു മെൻ്റൽ ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു TV പർച്ചേസ് ചെയ്തതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദീസ് തന്നെയാണ്.
Which one of the following is not a stage in IDA's theory of personal selling? Personal selling theory il varathathu attitude aanu. Which one of the following is not a consumer promotion scheme? Consumer promotion scheme allathathu push money aanu. Then Maruti Suzuki spends huge amount for advertising and sales promotion for increasing the sales of their car. The strategy is called പുൾ ബെൻഡാണ് കേട്ടോ. പുൾ ബെൻഡാണ് PSC കൊടുത്തിട്ടുള്ളത്, പുൾ ബെൻഡ്. ഓക്കെ, ഞാൻ പുഷ് ബെൻഡ് എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഒന്നും കൂടി ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ എക്സാമിനാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്നത്, കൊമേഴ്സ് ബേസ്ഡ് ഏതൊക്കെ എക്സാമാണ്, പിന്നെ കോർപ്പറേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ നോക്കിയിട്ടുണ്ടായില്ല, ഇനി നോക്കാൻ പോകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് എടുക്കുന്നില്ല. അല്ലാതെ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ട് ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഈ ചാനലിലും, പിന്നെ നിങ്ങൾക്ക് അറിയാലോ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എല്ലാവരും അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും, PSC പഠിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ചാനലാണ്. 88. A high quality car manufacturer address a low priced car to its line of prestige car by reducing the quality and sell the same at lower price. It is called trading down. Trading down എന്നാണ്. Then when a product passes through this stage of product life cycle, competition becomes severe, sales increases but at a decreasing rate and profit has started falling. This stage is known as, അതിനെ എന്ത് പറയുന്നു, maturity. The strategy of highlighting one powerful positive feature of the product in advertising to win against competition is known as unique selling proposition. Then an auditor is a watchdog and not a bloodhound. അത് ഏത് കേസാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി 91D കിങ്സ്റ്റൺ കോട്ടൺ മിൽസ് കമ്പനി ലിമിറ്റഡ് ആണ്. Then expenses paid for the installation of a machinery is debited to the sundry expense account. Sundry expense എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. Then current file and permanent file are the part of audit working papers. Which one of the following is not a method of obtaining audit evidence? മെത്തേഡ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. Then letter of weakness is associated with ഏതാണ്? internal control. Then accounting standard 2. accounting standard 2 ഏതായിട്ടാണ്? valuation of inventory ആണ്. valuation of inventory. അടുത്തത് when cash is received, misappropriation of cash ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ all of these ആണ് കേട്ടോ ആൻസർ കൊടുത്തിട്ടുള്ളത്. all of these ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ടീമിങ് ആൻഡ് ലാഡിങ്ങും ലാപ്പിങ്ങും ഒക്കെ അതിൽ വരുന്നതാണ്. Then 98. A casual vacancy of an auditor in a company caused by resignation of an auditor can be filled by the company shareholders in general meeting. Which one of the following is a civil liability of an auditor of a company? സിവിൽ ലൈബിലിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആണ്, ലൈബിലിറ്റി ഫോർ മിസ്ഫിയൻസ്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഈസ് കമ്പൽസറി ഇൻ ദ കേസ് ഓഫ് നൺ ഓഫ് ദി അബോവ് ആണ്, കമ്പൽസറി അല്ല എന്നുള്ളത്. ഓക്കെ,